നമസ്കാരം, കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതശൈലി ഇങ്ങനെ മാറി മാറി വരികയല്ലേ, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് അല്ലേ. പ്രായഭേദമന്യാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളും അതിനുള്ള ആയുർവേദ പരിഹാരങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സജിത ഭദ്രനാണ്. ഡോക്ടർ നമ്മുടെ ആയുർവേദ കോളേജ് പരിയാരത്തിലെ HOD ആണ്. വെൽക്കം ടു ദി ഷോ ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഷുഗർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ പ്രഷർ, ഇതൊക്കെയാണ് വരുന്നത്. ശരിക്കും എന്തൊക്കെയാണ് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമ്പോൾ ഇത് വരുന്നത് തെറ്റായ ജീവിത സാഹചര്യം, അതായത് ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ, എക്സർസൈസ് ഒന്നും ഇല്ലാതിരിക്കുക, ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ലൈഫ് കൊണ്ടുപോവുക, കറക്റ്റ് സമയത്തിന് ഉറങ്ങാതിരിക്കുക, ഇതൊക്കെ നിരന്തരമായി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ആയാലും, BP കൂടുന്നതാണ്, കൊളസ്ട്രോള്, നടുവേദന, ആർത്രൈറ്റിസ്, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് പ്രോബ്ലംസ് എല്ലാം, ഈവൻ ഫാറ്റി ലിവർ പോലും ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നവയാണ്. അപ്പം അത് നമ്മൾ ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അപ്പോൾ നമ്മൾ രോഗം വരാൻ കാത്തിരിക്കാതെ വരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം പബ്ലിക്കിന് വേണ്ടതാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു, ഭൗതികമായിട്ട് ആരോഗ്യം മാത്രം പോരാ, മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും ഉള്ള ഒരു ആരോഗ്യം നമുക്ക് വേണ്ടതാണെന്ന് പറയുന്നു. അപ്പോഴും നമ്മൾ വീട്ടിൽ ഇപ്പോഴത്തെ കുട്ടികൾ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ രാവിലെ എണീറ്റിരുന്നു. ഇപ്പോൾ പലരും അങ്ങനെ എണീക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ, അവരുടെ ലൈഫ് സ്റ്റൈലേ മാറിപ്പോയി. ഇപ്പോൾ ട്യൂഷന് പോകുന്നൊരു കുട്ടിയോട് അമ്മയും അച്ഛനും പുറകെ നടന്ന് വിളിച്ചിട്ടാണ് അവർ ഉണരുന്നത് പോലും. ഇപ്പോൾ 6 മണിക്ക് തന്നെ ഉണരുകയും പ്രഭാതകർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയും സമയത്തിന് ഭക്ഷണം കഴിക്കുകയും വേണ്ട എക്സർസൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന രോഗങ്ങളെ നമുക്ക് വരാതെ നോക്കാൻ പറ്റും. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്താ പഠിക്കുന്നത്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അല്ലാതെ വലിയ കുറേ പ്രോപ്പർട്ടി മേടിച്ചതോ വീട് വച്ചതോ കാറ് മേടിച്ചതോ അല്ല. അത് കുട്ടികളെ ആ ഒരു തരത്തിൽ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ഹെൽത്തിന് നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ആ ശരീരത്തിനെ കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തുക. ശരിക്കും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതചര്യകളൊക്കെ ക്ലിയർ ആവും. അപ്പോൾ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. രോഗം വരാതെ നോക്കാനും നമുക്ക് അതുകൊണ്ട് തന്നെ കുറേയൊക്കെ സാധ്യമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ജീവിതശൈലി രോഗങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആണ് നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് കുറേയൊക്കെ മാറ്റാൻ പറ്റും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ തേടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. പക്ഷെ ആയുർവേദത്തിൽ എന്തിനൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ? ആയുർവേദത്തിന് എല്ലാ രോഗങ്ങൾക്കും ആയുർവേദ ചികിത്സയുണ്ട്. പക്ഷേ നമുക്കൊരു എമർജൻസി മാനേജ്മെൻ്റ് ഒരു ഘട്ടം വരുമ്പോൾ മാത്രം നമുക്ക് ഒരു കഴിയാൻ പറ്റുന്നില്ല, കഴിയത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് എമർജൻസി ഘട്ടത്തിലാണ്. അതിൽ നമുക്ക് അലോപ്പതി മെഡിസിൻസിൻ്റെ സഹായം എടുത്തേ മതിയാവും. പക്ഷേ ജീവിതശൈലി രോഗങ്ങളിൽ ക്രോണിക്കായി വരുന്നു, ഇപ്പോൾ ഒരു അക്യൂട്ടായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ഭയങ്കരമായി പെയിൻ വരുന്നു എന്ന് വയ്ക്കാം. ഇപ്പോൾ നടുവേദന, ആർത്രൈറ്റിസ് ഒക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ വലിയ വേദന വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അത്രയും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനൊന്നും ആയുർവേദത്തിൽ നമുക്ക് പറ്റുന്നില്ല. എന്നാൽ പോലും ഇതിന് പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് നമ്മുടെ ആയുർവേദത്തിലും ഉണ്ട്. അത് നമ്മുടെ ഒരു ആയുർവേദവും ഒരു മോഡേൺ മെഡിസിൻ തമ്മിലൊരു വ്യത്യാസം തന്നെ പറയാൻ, സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ് മോഡേൺ മെഡിസിൻ ആണെങ്കിൽ, ആയുർവേദം ഒരു സിസ്റ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ക്രോണിക് ഡിസീസിന് മാക്സിമം ഒരു ചികിത്സാ രീതി വളരെ ഫ്രൂട്ട്ഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല ഒരു അക്യൂട്ട് കേസിന് ഒരു പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് തലയിറങ്ങി വീണു, അപ്പോൾ ആയുർവേദ ഡോക്ടറും അലോപ്പതി ഡോക്ടറും ഉണ്ട്. ഒരു പെട്ടെന്നൊരു IV ഫ്ലൂയിഡ് ഇടാൻ ഒരു പക്ഷേ ആയുർവേദ ഡോക്ടർ എക്യുപ്ഡ് ആവണമെന്നില്ല, അറിയാത്തത് കൊണ്ടല്ല, അവർക്കും അറിയാം, പക്ഷേ അവർ സാധനം മേടിച്ച് വയ്ക്കത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ
ആ ഒരു രീതി ചികിത്സാ രീതികൾ. ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരു കരുക്കം വെള്ളം കുടിക്കാൻ പറയും അല്ലേ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാൻ പറയുന്നുണ്ട്. മോഡേൺ മെഡിസിൻ പെട്ടെന്നൊരു ട്രിപ്പ് കൊടുക്കും. അതിപ്പോൾ 25% ഗ്ലൂക്കോസ് ആയാലും 5% ഗ്ലൂക്കോസ് ആയാലും അവരുടെ കയ്യിൽ ഉണ്ടാവും. ഞങ്ങൾക്കാണെങ്കിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് പിന്നെ കൊണ്ടുവന്ന് ഇടണം. ആ ഒരു വ്യത്യാസം അത്രേ ഉള്ളൂ. വേണ്ട, നമ്മൾ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ക്ഷീണം മാറ്റുന്നത്. നമ്മളെ പറയുന്ന ഒരു ബട്ടർ മിൽക്ക്, മോര്, അത് ശരിക്കും ഒരു പ്രോബയോട്ടിക്കാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് കുടിച്ചാലും നമുക്ക് ക്ഷീണം മാറുന്നുണ്ട്. തലയിറക്കം വന്നാൽ പെട്ടെന്ന് നാരങ്ങാ വെള്ളം കുടിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പരസ്പര പൂരകങ്ങളാണെന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. എല്ലാവരും എല്ലാ തരത്തിലും ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു ഡൊമസ്റ്റിക് ഹെർബ്സ് നമുക്ക് വീട്ടിലുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നേരത്തെ ചോദിച്ചു ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ഇഞ്ചിയുണ്ട് വീട്ടിൽ. ഇഞ്ചി ചേർത്തൊരു നാരങ്ങാ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ കംപ്ലയിൻസ് എപ്പോഴും മാറുകയാണ് അല്ലേ. വയറിനൊരു ഫ്ലാറ്റുലൻസോ അല്ലെങ്കിൽ വയറ് പെരുകിയിരിക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നാട്ടുകാർ നാരങ്ങ പിഴിഞ്ഞ് ഒരു ലെമൺ ടീ ഉണ്ടാക്കി കുടിക്കും. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും കാരണം അഗ്നി മന്ദിക്കുന്നത് കൊണ്ടാണെന്നാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മെറ്റബോളിസം എററാണ് എല്ലാ ജീവിതശൈലി രോഗങ്ങളും. ഇപ്പോൾ മെറ്റബോളിസം കറക്റ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദ മെഡിസിൻ ആയാലും ഡോക്ടേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് മെറ്റബോളിസം കറക്റ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ മെറ്റബോളിസം കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ മെഡിസിൻസ് അധികമായിട്ട് തന്നെ നമ്മുടെ മെഡിസിൻസ് ഒത്തിരി പറയുന്നുണ്ട്. ഇപ്പം വയറിൻ്റെ കംപ്ലയിൻറ്റുമായിട്ട് ഒത്തിരി ആളുകൾ നമ്മുടെ OP-യിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗന്ധർവകസ്താദി എന്ന് പറഞ്ഞൊരു കഷായം ഉണ്ട്, പൊടിയാണത്. അപ്പോൾ ഗന്ധർവകസ്താദി കഷായം തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന വയറിൻ്റെ പ്രോബ്ലംസ് മാറുകയാണ്. തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും ചൂടുകുരുവിൻ്റെ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതും ചൂടുകുരു ഒരുപാട് കൂടിയത് ആർക്കായിരുന്നു? ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും ഒന്നുള്ളവർക്ക് അധികമായിട്ട് എഫക്റ്റ് ചെയ്തു. നമുക്കൊരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം, ആരാണ്? എന്റെ പേര് ആദർശ് എന്നാണ്. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഞങ്ങൾക്ക് നമ്മുടെ ഈ ഹോസ്റ്റലിൽ താമസമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ സ്ഥിരമായിട്ട് പുറത്തുനിന്നുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് നിരന്തരം നമുക്ക് വീട്ടിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പക്ഷെ നമ്മൾ ഈ പൊറോട്ടയും ബീഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കഴിച്ച് കാണുന്നത്. ഇതിങ്ങനെ നിരന്തരം കഴിക്കുന്നത് കേടാണെന്നറിയാം, അങ്ങനെ പറഞ്ഞു കേട്ടോ. അത് വാസ്തവമാണോ? അപ്പൊ നമുക്കത് ഇങ്ങനെ മാറ്റാനായിട്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ആദർശന് എന്താ ജോലി എന്ന് പറഞ്ഞു? ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാം. എത്ര വയസ്സുണ്ട് ഇപ്പോ? 30 വയസ്സ്. ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദേശീയ ഭക്ഷണം എന്നൊക്കെ കണക്കിന് പിള്ളേർ അത്രത്തോളം ആരാധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു ഭക്ഷണമാണ്. പക്ഷെ അതിനകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പൊറോട്ടയ്ക്കകത്ത് ഫൈബർ ഇല്ലാത്ത മൈദ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിസ്, അലോക്സാൻ എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഡയബറ്റിക് ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ഡയബറ്റീസ് പോലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും കഴിക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുട്ടികളത് കഴിക്കും. അപ്പോൾ അത് വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കുക. നിങ്ങൾക്ക് ഗോതമ്പ് വാങ്ങി പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമല്ലോ, തീർച്ചയായിട്ടും കഴിയില്ലേ. അതുപോലെ റെഡ് മീറ്റ് സ്ഥിരമായി ഇപ്പം ബീഫ് എന്ന് പറയുന്നത് റെഡ് മീറ്റിൽ പെടുന്നതാണ്. റെഡ് മീറ്റ് സ്ഥിരമായി യൂസ് ചെയ്യുന്നത് നമുക്ക് ഈവൻ ക്യാൻസേഴ്സ് പോലും ഉണ്ടാകുന്നുവെന്ന് ഇപ്പോൾ പഠനങ്ങൾ ഒരുപാട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ളത് കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വയ്ക്കുക. പക്ഷേ ഏറ്റവും ഡെയിലി കഴിക്കാമെന്ന് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ചിക്കനാണ്. പക്ഷെ അത് നാടൻ കോഴിയുടെ ചിക്കനാണ്, ബ്രോയിലർ ചിക്കൻ അല്ല പറയുന്നത്. ഇത് കഴിക്കുന്നതിന് വലിയ ദോഷമില്ല എന്ന് പറയുന്നു. ബലകരം എന്നാണ് പറയുന്നത്. ചിക്കൻ കഴിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ഏജ് എപ്പോഴും നമ്മൾ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷനാണ് പറയുന്നത്. ഓരോരുത്തർക്ക് ഇപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന വേറൊരാളിന് കഴിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഒരു പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. കാരണം അയാളുടെ മെറ്റബോളിസം ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പെട്ടെന്നൊന്നും രോഗം വരണമെന്നില്ല. അയാൾ ഹെൽത്തി ആണെങ്കിൽ
നോ പ്രോബ്ലം. പക്ഷേ ഇത് ലോങ് റണ്ണിൽ വരുമ്പോൾ ഈ പൊറോട്ടയും ബീഫും എന്നുള്ളത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പിന്നെ ഗോതമ്പ് കിട്ടത്തില്ലേ, വാങ്ങി പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും. മീറ്റ് ഐറ്റംസ് ചിക്കൻ ആക്കൂ, ബീഫ് കഴിയുന്നതും ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിൽ ഈ ഇഷ്ടം എന്നതിലുപരി പല ആൾക്കാരും രാവിലെ ഒരു 3 പൊറോട്ട കഴിച്ച് കഴിഞ്ഞാൽ രാത്രി വരെ വിശക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതും കൂടെ ഇതിനൊരു റീസൺ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓയിലും ഒരുപാട് യൂസ് ചെയ്യല്ലോ. ശരിക്കും ആഹാര സാധനങ്ങളിലെ നമുക്കൊരു എന്താ പറയുന്ന ഫങ്ഷണൽ ഫുഡെന്നും ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നും പ്രോബയോട്ടിക്സ് എന്നും പ്രീബയോട്ടിക്സ് എന്നും ഒക്കെ പറഞ്ഞിട്ട് തിരിക്കാം. എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഡെയിലി കഴിക്കുന്ന ആഹാരങ്ങൾ, ഇപ്പോൾ നെല്ലിക്ക നമ്മൾ കഴിക്കുന്നത് അതൊരു ഫങ്ഷണൽ ഫുഡാണ്. നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയൊക്കെ പോസിറ്റീവ്ലി അത് നമ്മളെ സഹായിക്കുന്ന കുറേ ആഹാരങ്ങളാണ് ഈ ഫങ്ഷണൽ ഫുഡ് എന്ന് പറയുന്നത്. അത് ഡെയിലി കഴിക്കുന്ന ആഹാരത്തിനെ നമ്മൾ ഫങ്ഷണൽ ഫുഡ് എന്ന് പറയും. ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ ഡയബറ്റീസ് ക്യാപിറ്റലായി വന്നതിന് ശേഷം മില്ലറ്റ്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പം അതെന്താ കാര്യം എന്താ, ആ മില്ലറ്റ്സിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോൾ ബ്ലഡിലെ ഷുഗർ കൂട്ടാനുള്ള കഴിവ് എന്നുള്ള അർത്ഥമാണ്. അപ്പം അരി ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ്, അതേപോലെ തന്നെ ഗോതമ്പിനും ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ്. പക്ഷേ ബാർലിക്ക് കുറവാണ്, മില്ലറ്റ്സിന് തീരെ കുറവാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനോട് നമ്മൾ മില്ലറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്തോളാൻ പറയാറുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മില്ലറ്റ്സ് കുറച്ച് നമ്മുടെ ആയുർവേദ ശാസ്ത്രപ്രകാരം വാദത്തെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു സബ്ജക്റ്റീവ് സിംറ്റം പറഞ്ഞു തന്നാൽ ഡ്രൈ സ്കിന്ന് വരാം, കാലിനൊക്കെ പെയിൻ കൂടുതൽ വരാം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ മില്ലറ്റ്സ് കഴിക്കുമ്പോൾ, ഡ്രൈ ആയിട്ട് കഴിക്കുമ്പം പ്രത്യേകിച്ച് പാലൊഴിച്ച് നമ്മൾ പിന്നെ മുത്താറി പാലൊഴിച്ച് കഴിക്കുമ്പം ആ ഡ്രൈനെസ് മാറി പാലൊഴിച്ച് കഴിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ്. നമുക്കൊരു കോളർ പ്രിപ്പയർ ചെയ്യാം. ഹലോ ഹലോ നമസ്കാരം, കേരള കണക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതാരാണ്? പറയൂ. സന്തോഷ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? സന്തോഷ്, തിരുവല്ല. ഓക്കെ, ഡോക്ടറിനോട് ഡൗട്ട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, പറയണം. പഴയ കാലങ്ങളില് നമ്മുടെ വീട്ടിലെ പ്രധാന ഭക്ഷണമായിരുന്നു കഞ്ഞിയും പയറും ഒക്കെ കഴിക്കാനുള്ളത്. ഇപ്പൊ അത് വളരെ കുറവാണ്. പക്ഷെ അന്ന് ആ കഞ്ഞിയും പയറും ഒക്കെ 3 നേരം കഴിച്ചാലും ഈ ഡയബറ്റിക് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മാറി വയ്ക്കുമായിരുന്നു. കാരണം അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു. കഞ്ഞി കുടിക്കുന്നത് കുറവാണ്, ഞാൻ കഴിക്കാറുണ്ട്. നമ്മൾ ഈ പ്രഭാത ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ഈ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആവി പുഴുങ്ങിയ ഭക്ഷണങ്ങൾ, പലഹാരങ്ങൾ കഴിക്കണം. കാരണം ഇഡലി, പുട്ട്, ഇടിയപ്പം അങ്ങനെയുള്ള. പക്ഷെ ഈ കഞ്ഞി രാവിലെ സ്ഥിരമായിട്ട് രാവിലെ കുടിക്കുന്നതുകൊണ്ട് ഇതിൽ പ്രശ്നമുണ്ടോ? കൂടുതൽ ഈ അരിയുടെ അല്ലെങ്കിൽ കഞ്ഞി വെള്ളം ചെല്ലുമ്പോൾ അതിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെന്താ അതിനെപ്പറ്റി ഒരു പറയാം. കഞ്ഞി എന്ന് പറയുമ്പോൾ അരി വെച്ചിട്ടുള്ള കഞ്ഞി തന്നെയല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ കഞ്ഞിയും പയറും എന്ന് പറയുന്നത് ശരിക്കും ഒരു സമീകൃത ആഹാരമാണ്. അത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ വേണം. വെറുതെ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അത് ദോഷം തന്നെയാണ്. ഇപ്പോൾ ഈ ഫാറ്റി ലിവറിനൊക്കെ കാരണം എല്ലാവരും പറയുന്ന പോലെ മദ്യപാനം മാത്രമല്ല, ഈ ചോറെന്ന് പറയുന്നതും അതുപോലെയുള്ള പ്രോബ്ലം ഉള്ളതാണ്. ഫാറ്റി ലിവർ ഉണ്ടാക്കാവുന്നതാണ്. അത്രയും എമൗണ്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ദോഷം ഉണ്ടാവും. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞ് ചോറ് വേണ്ടേന്ന് ചോദിച്ചാൽ വേണം. കാരണം എന്താ, മെറ്റബോളിസത്തിന് കാർബോഹൈഡ്രേറ്റ് തന്നെ ചെല്ലണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ചോറ്, ഗോതമ്പ് ഒക്കെ കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ അത് പക്ഷേ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റി വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആവിയിൽ വേകുന്ന ആഹാരങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഈ വറുത്ത് ഫ്രൈഡ് ഐറ്റംസ് ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ളിൽ ചെല്ലും. അപ്പോൾ അത് ലിവറിന് പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പോൾ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു ഫാക്ടറിയാണെന്ന് സങ്കല്പിച്ച് നോക്കൂ. ഫാക്ടറി പണി മുടക്കിയാൽ എല്ലാം പോയി. അപ്പം ലിവറിനെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആവിയിൽ പോകുന്ന ആഹാരങ്ങൾ കഴിക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എനർജി യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രം ആഹാരം ക്വാണ്ടിറ്റി തയ്യാറാക്കുക. ഇപ്പം നല്ല നന്നായിട്ട് ഒരു സംശയം കൂടെ. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അപ്പം ഈ പലപ്പോഴും ഈ നോൺ വെജിറ്റേറിയനിൽ നിന്ന് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട്, ദോഷമുണ്ട്. കൂടുതലും ഗുണങ്ങൾ കൊണ്ടല്ലോ. ഇപ്പം കാൽസ്യത്തിന് മുട്ട കഴിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കഴിക്കാത്ത ഒരാളെന്നുള്ള നിലയിൽ ഈ കാൽസ്യം കൂടുതൽ അതിന്റെ ഇത് കിട്ടണമെങ്കിൽ ഈ വെജിറ്റബിൾസ് ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്?
വെജിറ്റബിൾസിൽ സെറിയൽസിലും കാൽഷ്യം ഉള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ ഈ മില്ലറ്റ്സിലൊക്കെ കാൽഷ്യം ഉണ്ട്, നന്നായി കാൽഷ്യം ഉണ്ട്. പാലിൽ കാൽഷ്യം ഉണ്ട്, പാല് കുടിക്കാമല്ലോ. ചിക്കൻ തന്നെ കഴിക്കണമെന്നില്ല. കൂരവല്ലേ? കൂരകെന്ന് നമ്മൾ തിരുവനന്തപുരംകാർ പറയും, മുത്താറി എന്ന് നോർത്ത് കേരളക്കാർ പറയും. റാഗി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. രണ്ട് മില്ലറ്റ്സിൽ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്. അതിൽ റാഗി, മുത്താറി ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇതിനകത്തൊക്കെ കാൽഷ്യം ഉള്ളതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ പഞ്ചസാര നമ്മൾ ഒരു വൈറ്റ് ഷുഗർ ആയിട്ടാണ് പറയുന്നത്. അതേസമയം കരിപ്പട്ടി എന്ന് പറയുന്നത് റിച്ച് കാൽഷ്യം ആൻഡ് അയൺ ഉള്ളതാണ്. അപ്പോൾ ആ അയണും കാൽഷ്യം ഉള്ള സാധനം കരിപ്പട്ടിയിലോട്ട് മാറ്റുക. ഇപ്പോൾ നമ്മൾ മധുരം വേണമെന്ന് അത്യാവശ്യം വേണമെന്ന് തോന്നിയാൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കരിപ്പട്ടിയാക്കുക. അപ്പോൾ അതിനകത്ത് കാൽഷ്യം ഉണ്ട്. അപ്പോൾ നോൺ വെജ് കഴിച്ചേ മതിയാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോൺ വെജ് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ പാല് കുടിച്ചാൽ കാൽഷ്യം കിട്ടും. നമുക്ക് ഡയറ്റ്സിൽ ഇഷ്ടംപോലെ പല ഐറ്റംസിൽ കാൽഷ്യം ഉള്ളതുകൊണ്ട് പഞ്ചസാരയ്ക്ക് വരെ നിങ്ങൾ കരിപ്പട്ടി ആക്കിക്കോളൂ. പിന്നെ മുത്താറിയൊക്കെ ഇടയ്ക്ക് കഴിക്കുക, അതിനകത്ത് കാൽഷ്യം ഉണ്ട്. പാല് കുടിക്കുക, ഇതൊക്കെ മതിയാവും. നോൺ വെജ് തന്നെ കഴിക്കണം എന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. നമുക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്, ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പറയുന്നത്, എൻ്റെ ചോദ്യം, ഇപ്പോൾ 30 വയസ്സായ യുവാക്കൾ പോലും പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. എല്ലാവരും പറയുന്നു പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ ഷുഗർ വരില്ല എന്ന്. ഈ കാര്യത്തിൽ എത്രത്തോളം ശരിയുണ്ട്? ഈ പഞ്ചസാര മാത്രം ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന്? അതായത് യങ് ആയിട്ടുള്ള 30 ആ ഒരു ഏജിലെ പലരും കഴിക്കുന്നില്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന പഞ്ചസാര വൈറ്റ് ഷുഗറാണ്. അപ്പം ശരിക്കും റെഡ് ഷുഗർ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ 1 കിലോ പഞ്ചസാര 48 റുപ്പീസ് ആണെങ്കിൽ ആ റെഡ് പഞ്ചസാര എന്ന് പറയുന്നത് 160-170 റുപ്പീസാണ്. അത് ബ്ലീച്ച് ചെയ്യാത്ത പഞ്ചസാരയാണ്. ഈ ബ്ലീച്ച് ചെയ്ത സാധനം കഴിക്കുമ്പോഴാണ് ഈ പറയുന്ന രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഒരുപാടാണെന്നുള്ള ആർട്ടിക്കിൾസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലീച്ച് ചെയ്യാത്ത പഞ്ചസാര യൂസ് ചെയ്താൽ അത്രത്തോളം പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ പറയുന്ന ഒരു ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കുടിച്ചിട്ടുള്ള ആർക്കും ഷുഗർ വന്നിട്ടില്ല. ഇപ്പം നമുക്കറിയാം, പണ്ട് ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് ഒരു കടയിൽ ചെന്നാൽ നാരങ്ങ വെള്ളം മാത്രമേ കിട്ടൂ, അതും ഉപ്പിട്ട നാരങ്ങ വെള്ളവും കിട്ടും. അതെ, ഇപ്പോൾ അങ്ങനല്ല. ജ്യൂസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ണൂരൊക്കെ കോക്ടെയിൽ എന്ന് പറയുന്നൊരു സാധനം പോലും ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര അഡിക്ഷനാണ് അവർക്ക്. അത്രത്തോളം പഞ്ചസാര അതിനകത്ത് കയറും. ഇപ്പം ഫ്രൂട്ട്സ് നിങ്ങൾ അരിഞ്ഞ് കഴിക്കുക. കണ്ണൂർ കോക്ടെയിൽ തന്നെ അത് തന്നെ ഞങ്ങളൊക്കെ കഴിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ കഴിക്കില്ല. കാരണം പഞ്ചസാര ഇടാതെ തരാൻ പറയും, പഞ്ചസാര വേണ്ടാന്ന് പറയും. പക്ഷെ കുട്ടികൾ അങ്ങനല്ല, പഞ്ചസാര യൂസ് ചെയ്യും. അപ്പോൾ എത്ര സ്പൂണ് പഞ്ചസാര? ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ എന്ന് പറയുമ്പോൾ ഒരു 70 കിലോ കലോറിയോളം എനർജി അതിനകത്തുണ്ട്. അതേസമയം പഞ്ചസാര ഇട്ടില്ലെങ്കിൽ അതിന് 30 ഉള്ളൂ. അപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാരയിൽ 5 ഗ്രാമോളം പിന്നെ 5 ഗ്രാം പഞ്ചസാരയിൽ 4 ഗ്രാം എനർജിയാണുള്ളത്. ആലോചിച്ച് നോക്കൂ. അപ്പം 1 സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ അതിനകത്ത് 20 ഗ്രാം എനർജി അതിനകത്ത് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ 20 ഗ്രാം എനർജി അധികം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി എത്ര സ്പൂൺ പഞ്ചസാരയാണ് കഴിക്കുന്നത്? അപ്പോൾ കഴിയുന്നതും പഞ്ചസാര കഴിക്കാതിരിക്കുക. കഴിക്കണമെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക. ജ്യൂസ് ഐറ്റംസ് അമ്പാടെ ഒഴിവാക്കുക. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കുക. കഴുകിയിട്ട് തോല് മാറ്റി കട്ട് ചെയ്ത് കഴിക്കുക. എല്ലാവർക്കും ജ്യൂസ് കുടിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. ഇൻ കേസ് നിങ്ങൾ ജ്യൂസ് അടിക്കുന്നെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാതെ ജ്യൂസ് കഴിക്കുക. അത്രയും അത്യാവശ്യമാണെങ്കിൽ 1 സ്പൂൺ തേൻ ഉപയോഗിക്കും. തേന് പ്യുവറായിരിക്കണം. അത് പഞ്ചസാര കലക്കിയ വെള്ളം ആരുത്. വാങ്ങുന്ന തേന് വളരെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് പ്യുവറായിട്ട് കിട്ടുകയാണെങ്കിൽ ഡെയിലി 1 സ്പൂൺ തേൻ കഴിച്ചാൽ രോഗം വരുത്തില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിലും പറയുന്നത്. പക്ഷേ പ്യുവർ കിട്ടാനാണ് അഡൾട്ടറൻ്റാണ് ചേർത്ത് വരുന്ന തേനുകളാണ് ഇഷ്ടം പോലെ ഉള്ളത്. അതല്ലെങ്കിൽ നമുക്ക് 1 സ്പൂണോ 10 ഗ്രാമോ ഒക്കെ നമുക്ക് ഡെയിലി കഴിക്കാം. ഇപ്പോൾ നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇടാതെ 1 സ്പൂൺ തേന് ചേർത്ത് കഴിക്കൂ. നല്ല എനർജറ്റിക് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നെല്ലിക്ക ഡെയിലി 1 കഴിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ദിവസം 1 സ്പൂൺ തേന് കുടിക്കുന്നതും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽസിനെ എന്ന് വെച്ചാൽ രോഗകാരികളെ സ്കാവൻ ചെയ്യാൻ, നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ആഹാര സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ നെല്ലിക്കയും തേനും ഒക്കെ. നെയ്യ് ഒക്കെ നല്ലതാണ്. പക്ഷേ ക്വാണ്ടിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വലിച്ചുവാരി കഴിക്കരുത്, കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഞാൻ എൻ്റെ പേര് ശ്രീകുട്ടൻ എന്ന് പറയും.
ശ്രീകുട്ടൻ. ഞാൻ തൃശ്ശൂരിനാണ് വിളിക്കണേ. തൃശ്ശൂരിന്ന്. ഓക്കെ, ശ്രീകുട്ടൻ ഡോക്ടറിനോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്കൊരു 2 വർഷം മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് സൈഡില് എന്റെ ഹാൻഡ് മുഴുവൻ പോയി, കാലിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഫിസിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോ ഒരു 80% വരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറയൂ. 80% വരെ കറക്റ്റ് ആയിട്ടുണ്ട്. എന്റെ ഈ ഹാൻഡ് ഉണ്ടല്ലോ, കറക്റ്റ് ആവാത്തത്. അപ്പൊ അതിന് ഇനി ആയുർവേദത്തില് വല്ലതും ചെയ്യാനായിട്ടുണ്ടോ? റൈറ്റ് സൈഡ് ഹാൻഡ് ആണ് ഇപ്പൊ മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്നത്, അങ്ങനെയല്ലേ? മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 50-60% ആയിട്ടുള്ളൂ. സ്ട്രോക്ക് വന്ന ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നോ? അതൊക്കെ പോയിരുന്നു. ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. രാജഗിരിയിലായിരുന്നു. എത്ര വയസ്സാണ്? എനിക്ക് 52. ഇപ്പോഴും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഫിസിയോ ചെയ്യുന്നുണ്ട്, പ്ലസ് ഗുളികകള് 1-2 കഴിക്കുന്നുണ്ട്. BP ഒക്കെ കൺട്രോൾഡ് ആണ്? കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾഡ് ആണ്? സത്യത്തില് BPയും ഷുഗറൊന്നും ഇല്ലാത്ത ഒരു പേഷ്യന്റ് ആണ്. അപ്പോഴാണ് എനിക്ക് ഉണ്ടായത്. അപ്പൊ സ്ട്രെസ് അധികം ഉണ്ടായിരുന്നോ? സ്ട്രെസ് അധികം ഉള്ള ആളാണോ? സ്ട്രെസ് ചെറുതായിട്ട് വിചാരിക്കണോ? ഇപ്പം കംപ്ലീറ്റ്ലി അലോപ്പതി മെഡിസിൻസ് കംപ്ലീറ്റ്ലി മാത്രമേ ചെയ്തിട്ടുള്ളൂ? ആയുർവേദ മെഡിസിൻ ചെയ്തിരുന്നോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും നാളായതുകൊണ്ട് ഇനിയിപ്പോൾ ആയുർവേദ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അത് നിങ്ങൾ തൃശ്ശൂരായതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറ ഒരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ജനറൽ മെഡിസിൻ ഉണ്ട്, നമ്മുടെ കായ ചികിത്സ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവിടെ. അല്ലെങ്കിൽ സ്വസ്ഥവൃത്ത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി മെഡിസിൻ, രണ്ടും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു തരുന്നതാണ്. അവിടെ പോയിട്ട് ഒന്ന് കാണിച്ചോളൂ, അവിടെ പോയി ഒന്ന് അഡ്മിറ്റ് ആയിക്കോളൂ, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല റിക്കവറി കിട്ടും. ഫിസിയോതെറാപ്പിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ? എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടെ ഇതിൻ്റെ കൂടെ പാരലായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഡോക്ടറെ കാണും കേട്ടോ. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഷുഗറിനെ പറ്റിയാണല്ലോ. അപ്പോൾ ഈ ശരിക്കും ഈ ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യും, ഫ്രൂട്ട്സ് പോലും കഴിക്കില്ല എന്നുള്ള. ഇപ്പോൾ വെജിറ്റബിൾസും പ്രോട്ടീൻസും മാത്രം ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മെറ്റബോളിസം നടക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, മിനറൽസും വൈറ്റമിൻസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റബോളിസിനകത്ത് ബാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പം എന്താ പറയുക, പിന്നെ സർവ്വരസാഭ്യാസോ സാത്മ്യം എന്ന് പറഞ്ഞാൽ എല്ലാ രസങ്ങളിലെയും ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. ശരിക്കും ക്വാണ്ടിറ്റിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ക്വാളിറ്റി പ്ലസ് ക്വാണ്ടിറ്റി. ക്വാളിറ്റിയുള്ള ഭക്ഷണമായിരിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റി എങ്ങനെ, നമ്മുടെ ഏജ് വയസ്സിൽ കുഞ്ഞിന് കൊടുക്കുന്ന അത്രയും ഭക്ഷണം ഏജിലായിട്ടുള്ള ആളിന് വേണ്ട. നന്നായി ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുന്ന ഒരാളിൻ്റെ ഭക്ഷണം അത്രയും ഫിസിക്കൽ വർക്ക് ചെയ്യാത്ത ഒരാളിന് വേണ്ട. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 2 ദോശ മതിയായിരിക്കും എൻ്റെ വർക്ക്, അല്ലെങ്കിൽ 1 ദോശ മതിയായിരിക്കും, 1 ദോശ, 1 മുട്ട, 1 പഴം, എന്തെങ്കിലും ആയിരിക്കും എൻ്റെ ഒരു ഡയറ്റാണെങ്കിൽ. നന്നായി എക്സർസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൺവെട്ടിയൊക്കെ എടുത്ത് കളിക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ അവർ കുറച്ച് കൂടുതൽ കഴിക്കണം. അതർവൈസ് ഇപ്പോഴത്തെ വീട്ടമ്മമാർ ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നവർക്ക് തടി വയ്ക്കുന്നു. അപ്പോൾ അവരുടെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ്, എനിക്ക് വീട്ടിലൊരു പേഷ്യൻ്റ് വന്നതാണ്, നേരത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൈക്ക് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ കൈക്ക് വണ്ണം കൂടുതലിന് കൈക്കിടെ വണ്ണം കൂടുതലിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നൈറ്റ് താമസം ഉറങ്ങുന്നത്. അതാരും ശ്രദ്ധിക്കാറില്ല. അത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. നൈറ്റ് താമസിച്ചോ, നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. നൈറ്റ് താമസിച്ച് ഭക്ഷണം കഴിക്കുന്നത് വേറൊരു റീസണാണ്. 2 കാരണങ്ങളാണ്. താമസിച്ച് ഭക്ഷണം കഴിക്കുകയും 10 മണി കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞ് ഉറങ്ങുകയും ചെയ്യുന്നവർക്ക് കൂടുതലും കൈക്ക് വണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ. പക്ഷേ അതിനോടൊപ്പം നമ്മൾ എക്സർസൈസ് വേണം. എക്സർസൈസ് നടക്കുക എന്നുള്ളതൊരു സൂതിങ് എക്സർസൈസാണ്, ആർക്കും ചെയ്യാം. പക്ഷേ നടത്താൻ മാത്രം കൊണ്ട് നമുക്ക് എക്സർസൈസ് ആവുന്നില്ല. പിന്നെ അല്ലാത്ത കുറച്ച് വർക്കൗട്ട്സ് കൂടെ ചെയ്താലേ ഒരു സ്ട്രെച്ചിങ് ആവും. അപ്പോൾ സ്ട്രെച്ചിങ് എക്സർസൈസ് ഒക്കെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് മസാജിങ് കൊടുക്കും.
അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് എണീറ്റ് നിവർന്ന് കാലും കൈയൊക്കെ ഒന്ന് പൊക്കി നീണ്ട് നിവർന്ന് നിൽക്കുമ്പോൾ ഒരു സ്ട്രെച്ചിങ്ങാണ് കിട്ടുന്നത്. അത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ പോലും സർക്കുലേഷനെ കൂട്ടുന്നതായിട്ടാണ് പറയുന്നത്. ഓ, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഹായ്, ഇതാരാണ്? പറയൂ. രാജൻ എന്ന പേര്, കൊട്ടാരക്കര. ആ, പറയണം. ഓക്കെ, രാജൻ ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. അതെ അതെ, ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. നമ്മളെ ഡയബറ്റിക്കിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാ, രാവിലെ വൈകിട്ടും. ആ, അപ്പൊ അത് ഇപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോ ഈ യൂറിൻ ആൽബമിൻ റേഷ്യോ 90 ഉണ്ടായിരുന്നു. അത് 90 ഉള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു പ്രഷറിന്റെ ഗുളിക ഡെയിലി ഓരോന്ന് കഴിക്കണം, അല്ല ചിലപ്പോ കിഡ്നിയെ ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോ ഇപ്പൊ 65 കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പ്രഷറിന്റെ ഗുളിക കഴിച്ചു തുടങ്ങി കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ കഴിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് അതിപ്പോ കഴിക്കേണ്ടതുണ്ടോ അതോ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാമോ, അത് എത്ര ആയിരിക്കണം യൂറിൻ ആൽബമിൻ റേഷ്യോ? ഇപ്പൊ ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇപ്പൊ എത്രയാ ഉള്ളത്? ഫാസ്റ്റിംഗ് എനിക്കൊരു 7.4 ആണ്. ഈ HbA1c. അതെ അതെ, 7.4 കൂടിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? 7.4 മുമ്പ് കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കൺട്രോൾഡ് ആണ്. ഇപ്പൊ 10.4 ആണ്. 10.4 വന്നിട്ട് നിൽക്കുവാണ്. കൺട്രോൾഡ് നീങ്ങിയ ഫാസ്റ്റിംഗ് ഷുഗർ 120 വരും. ആഫ്റ്റർ ഫുഡോ? വരുമ്പോ പിന്നെ ഫുഡ് കഴിച്ച ഉടനെ 2 മണിക്കൂർ കഴിയുമ്പോഴൊരു ചിലപ്പോ ഒരു 200-230 ഒക്കെ വരും. അപ്പൊ എന്തായാലും തൽക്കാലം കഴിക്കുന്ന മെഡിസിൻസ് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കഴിക്കുക. പക്ഷെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത് ഈ പിന്നെ ഈ റേഷ്യോയുടെ കാര്യം ചോദിക്കുന്നത് 90 എന്നുള്ളത് കൂടുതലാണ്. ഇപ്പൊ 65 ആയി. ഇത് കുറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ആ ടെൻഷൻ മനസ്സിൽ നിന്ന് കളയുക. അതിൻ്റെ കൂടെ ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ കൂടെ എക്സർസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കുറച്ച് യോഗ ചെയ്താൽ നല്ലതായിരിക്കും. എന്ത് എക്സർസൈസാണ് ഇപ്പോൾ ചെയ്യുന്നത്? ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. യോഗ, ബ്രീത്തിങ് എക്സർസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതും ചെയ്യാം. ഇതൊക്കെ കൂടെ ചെയ്യുക. പിന്നെ ആഹാര രീതിയിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കുറയ്ക്കുക. വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പം മെഡിസിൻസ് എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഇപ്പൊ തൽക്കാലം. പ്രഷറിന്റെ ഗുളിക കഴിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ. കാരണം കിഡ്നി എഫക്ട് ചെയ്യാതിരിക്കാൻ സപ്പോർട്ടീവായിട്ട് തരുന്ന സാധനമാണ്. ഏത് മെഡിസിനാന്ന് പറയാനോ ഓർമ്മയുണ്ടോ? മേടിച്ചില്ല. അത് മെറ്റ്ഫോമിൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിൽ പക്ഷെ കൺട്രോൾഡായി പോവല്ലേ? കൺട്രോൾഡായി പോകുന്ന സാധനം ആകുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ഇനി അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന രീതിയിൽ ആഹാരവും എക്സർസൈസും, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതും അങ്ങ് മാറ്റുക. ടെൻഷൻ അടിക്കാനേ പാടില്ല. ടെൻഷൻ അടിക്കുമ്പോൾ ഇത് കൂടുതലാവും. അത് ഡോക്ടറോടൊത്ത് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കുക. എന്നിട്ട് റെഡി ആവുന്നില്ല എന്നെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെയും കൂടെ ഒരു ഒപ്പീനിയൻ എടുത്തോളൂ കേട്ടോ. ഒരു പാരലായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി കേരള കണക്റ്റിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കേരള കണക്ട്. കേരള കണക്റ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സജിത ഭദ്രനാണ്. ഡോക്ടർ നമ്മുടെ ആയുർവേദ കോളേജ് പരിയാരത്തിലെ HOD ആണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് എക്സസൈസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യമാണ്, ശരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ കൂടുന്നു കുറയ്ക്കുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ നമുക്ക് എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ വെയിറ്റ് ശരിയല്ല, അത് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്യണം എന്ന് എനിക്ക് സ്വയം എപ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നതല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് നമ്മൾ എങ്ങനെ അറിയും? ഇപ്പോൾ അധികം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്ഷീണമായിരിക്കും. ഓക്കെ, എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നും. ഒരു പക്ഷേ നടുവേദന തുടങ്ങും. ചിലപ്പോൾ പീരിയഡ്സ് തന്നെ ഇറഗുലർ ആകാം. അപ്പം നമുക്കൊന്ന് സ്വയം അസസ്മെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് നോക്കുക. ഹൈറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എനിക്കൊരു 156 ഹൈറ്റ് ഉണ്ടെന്ന് വെക്കാം. അപ്പം -100, അപ്പോൾ എത്രയായി? 56 ആണ് ശരിക്കും ഐഡിയൽ. അപ്പോൾ +or-5 ഈസ് ആൾസോ ഐഡിയൽ എന്നൊക്കെ പറയാം. ഒരു സിംറ്റംസ് ഒന്നും ഇല്ല, എൻ്റെ ബ്ലഡ് പിക്ചറൊക്കെ ഓക്കെ ആണെങ്കിൽ കുറച്ച് കൂടിയാലും പറയാൻ പ്രോബ്ലം ഇല്ല. പക്ഷെ നമുക്കൊരു റേഞ്ച് മനസ്സിൽ സൂക്ഷിക്കാൻ
വെയിറ്റ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ -100 ആണ്. 100 അത് നോക്കിയാൽ മതി. അത് പിന്നെ ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. തൈറോയിഡ് ഉണ്ടെങ്കിൽ ഈ വണ്ണം വയ്ക്കുമല്ലോ. അതെ അതെ. അപ്പം തൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ചിത്രശലഭം പോലുള്ള ഗ്രന്ഥിയാണ്. അത് നമ്മുടെ മെറ്റബോളിസത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഗ്രന്ഥിയാണ്. ഇത് അധികമായി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസവും, കുറവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ക്ഷീണം, വെയിറ്റ് ഉണ്ടാവുക, മലബന്ധം വരിക. മലബന്ധം ശരിക്കും മിക്കവാറും രോഗങ്ങളുടെ റൂട്ട് കോസാണ്. പക്ഷെ ആരും ഇത് പുറത്തു പറയത്തില്ല. ഒരു ഡോക്ടറോടും എനിക്ക് മലം പോകുന്നില്ലെന്ന് ആരും പറയില്ല. പക്ഷെ അതൊരു രോഗത്തിൻ്റെ ഫസ്റ്റ് കാരണമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിൽ ഓരോരുത്തരും പറയാനുള്ളത്. അത് അത്രയും അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് റൂട്ട് ഔട്ട് ചെയ്യണം. അതിൻ്റെ മലബന്ധത്തിന് കാരണം കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമ്മുടെ വെള്ളം കുടിക്കുന്ന കുറവായിരിക്കാം. ഇപ്പോൾ ഒരാളിന് 2-3 ലിറ്റർ വെള്ളം വേണം, പക്ഷെ കുടിക്കത്തില്ല, മടി കാരണം. അത് കുടിക്കാതിരിക്കുമ്പോഴത്തേക്കും മലബന്ധം ഉണ്ടാവാം. അതുപോലെ ഫൈബർ ഫുഡ്, വെജിറ്റബിൾസ് ഇപ്പോഴത്തെ മക്കളെ അറിയത്തില്ലേ, അവർക്ക് നോൺ വെജ് ആണ് ഇഷ്ടം, വെജിറ്റബിൾസ് കഴിക്കത്തേ ഇല്ല. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഫൈബർ ഫുഡാണ്. ഫൈബർ ഫുഡ് കുറഞ്ഞാലും മലബന്ധം ഉണ്ടാവും. അപ്പം ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും മലബന്ധം ഉണ്ടാവും. മനസ്സിലായി. അപ്പം അത് ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കണം. തൈറോയിഡ് ഹോർമോൺസ് T3, T4, TSH 3 നോക്കണം. നോക്കി തന്നെ അത് കാരണം മനസ്സിലാക്കിയതിന് ശേഷം അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ വെയിറ്റ് ആവാം, ചിലപ്പോൾ എക്സർസൈസ് ചെയ്യാത്തത് കൊണ്ടുള്ള വെയിറ്റ് ആവാം. പക്ഷെ ചിലപ്പോഴോ ഈ പറയുന്ന ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടോ ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ടുള്ള വെയിറ്റും ആവാം. നമ്മൾ പിള്ളേരെ കളിയാക്കും, പക്ഷെ ആ കുട്ടിക്ക് ഹോർമോൺ പ്രോബ്ലം ആണെങ്കിൽ അവളെ കളിയാക്കിയിട്ട് കുഴപ്പമുണ്ടോ? അതുകൊണ്ട് എക്സർസൈസ് ചെയ്താലും മാറില്ല. അപ്പൊ അതിനുള്ള മാനേജ്മെന്റ്സും, തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡിനുള്ള മാനേജ്മെന്റ്സ് ചെയ്തതിന് ശേഷം ഡയറ്റ് കൺട്രോളും എക്സർസൈസും. പിന്നെ സ്ട്രെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രെസ് ഒബേസിറ്റി എന്ന് വരെ ഒരു കണ്ടീഷൻ നമ്മൾ ഒ.പിയിൽ പറയാറുണ്ട്. ടെൻഷൻ അധികം ഉള്ളവർ വണ്ണം വയ്ക്കും. ചില ആൾക്കാർ പറയും അവൾക്ക് എന്തോന്ന് സങ്കടം, അവൾ നല്ല തടിച്ചിരിക്കുന്നതല്ലേ. പക്ഷെ സങ്കടം അധികം കൂടിയാലും ഒബേസ് വരുന്ന കേസസ് ഉണ്ട്. അത് ഈ സ്ട്രെസ് ഈറ്റിംഗ് കാരണമാണോ? ചിലർ ബിഞ്ച് ഈറ്റിംഗ് സിൻഡ്രോം എന്ന് പറയും. അതൊരു എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു TV ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു കവർ ഭക്ഷണം അതും പോലുള്ള കഴിച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അത് ബിഞ്ച് ഈറ്റിംഗ് സിൻഡ്രോം ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. അതുകൊണ്ടും ഒബേസിറ്റി വരാം. അല്ല ഡോക്ടർ, ഈ സ്ട്രെസ് ഒബേസിറ്റി എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നമ്മൾ സ്ട്രെസ് കാരണം ഫുഡ് കഴിക്കുന്ന ചില ശീലമില്ല, അത് കാരണമാണോ? അത് അല്ലാണ്ട് കാരണം വണ്ണം വയ്ക്കും? അത് കാരണം എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുക, സ്ട്രെസ് എന്ന് പറയുമ്പോൾ കിടന്നങ്ങുറങ്ങും, ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ബോഡി എനർജി പിന്നെ ചിലവാകുന്നതേ ഇല്ല. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ ഇരിക്കും. എക്സർസൈസിനൊന്നും പോവില്ല. ഏത് നേരവും നമ്മൾ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ തടി വയ്ക്കുക തന്നെ ചെയ്യും. പിന്നെ ദുഃഖമുള്ളവരുണ്ട്. ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നിട്ട് ദുഃഖമുള്ള ആളുകളെയും ഇതിനകത്ത് അവരും ഫുൾ ടൈം കിടത്തുക, ഒന്നും ചെയ്യാതെ കിടക്കുക, അതും വണ്ണം വയ്ക്കും. അപ്പോൾ ആളുകൾ പറയും അവർക്ക് ദുഃഖം എന്നൊക്കെ പറയുന്നെങ്കിലും ദുഃഖമൊന്നും ഇല്ല, വണ്ണമൊക്കെ വെച്ചുകൊണ്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് അവർക്ക് ആൾക്കാർ കരുതുന്നത്. പക്ഷെ അതല്ല, അവർക്കും ഈ എനർജി ഒന്നും പിന്നെ ചിലവാതെ കിടന്നുറങ്ങുന്നത് കൊണ്ട് ആ ടെൻഷൻ കൊണ്ട് വീണ്ടും വെണ്ണം വയ്ക്കുന്ന കേസസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ വിചാരിക്കുന്നതാണ്, ഈ ശരീരത്തിൽ നീര് നിൽക്കുന്ന ചില ആളുകൾ പറയും നോർമൽ ഡയറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഈ പറയുന്ന നീര് മാറ്റാനുള്ള ചില ഡയറ്റ് ഉണ്ട്, അത് ചെയ്തപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നു എന്നൊക്കെ. അപ്പൊ ഈ നീര് ശരീരത്തിൽ വരാൻ കാരണം എന്താണ്? ചിലപ്പോൾ ബ്ലഡ് ഒന്നും ചെക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, പക്ഷെ അവരുടെ ശരീരം നീർക്കോൾ എപ്പോഴും കാണും. അപ്പൊ അങ്ങനെയുള്ളത് കൺട്രോൾ ചെയ്യാൻ ആയുർവേദത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതൊരു മെറ്റബോളിസം, വാട്ടർ മെറ്റബോളിസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അതും ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓവർ വെയിറ്റ് ഒരു കാരണമുണ്ട്, നേര് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവിടെയും ഹോർമോൺ പ്രശ്നം ഉണ്ടാവാം. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ എന്ന് നോക്കുക, സ്ട്രെസ് ഉണ്ടോ എന്ന് നോക്കുക, എക്സർസൈസ് ഇല്ലയോ എന്ന് നോക്കുക, പിന്നെ അധികം നമുക്ക് ആവശ്യമില്ലാത്ത എനർജി ഉള്ളിൽ കൺസ്യൂം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ടൈം ഓഫ് ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പം എപ്പോഴും നമ്മൾ പറയുന്നത് നൈറ്റ് ഫുഡ് നേരത്തെ കഴിക്കണം. ഇപ്പോഴത്തെ ആളുകളുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, 10 മണി. ഇപ്പം നൈറ്റിൽ പോലും കടകൾ തുറക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ തട്ടുകടകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലും 10 മണിക്കാണ്. ആ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരുപാട്. അപ്പൊ ഈ കുട്ടികൾ ഡെയിലി സ്ഥിരമാകുമ്പോൾ ഇത് ലോങ് റണ്ണിലാണ് ഈ ഡിസീസസ് വരുന്നത്. ഒരു ദിവസം പോയി കഴിച്ചെന്ന് പറഞ്ഞല്ല ഈ പറഞ്ഞത്, പക്ഷെ അത് ലോങ് റണ്ണിൽ വരുമ്പോൾ നമ്മുടെ ബോഡിയെ തന്നെ ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിയുന്നതും ഭക്ഷണം 9 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണ്ട. ഞങ്ങളുടെ ഒരു
OP വരുന്ന കേസസ് വെച്ചിട്ടും നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന വെച്ചിട്ടും മോഡേൺ മെഡിസിൻ എല്ലാം വെച്ചിട്ടും നൈറ്റ് ഫുഡ് നേരത്തെ കഴിക്കുക എന്നുള്ള ഒഴിവാക്കുക, ഡിന്നർ ഒഴിവാക്കണ്ട, നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. ലൈറ്റായിട്ട് മതി ഡിന്നർ. നന്നായി കഴിക്കേണ്ടത് രാവിലെ ഉച്ചയ്ക്കോ. നൈറ്റ് ഫുഡ് വളരെ കുറച്ച് കഴിക്കുകയും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുകയും രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പ്രഭാതകർമ്മങ്ങൾ ചെയ്യുകയും മലബന്ധം ഉണ്ടെങ്കിൽ കമ്പൽസറി അത് മാറ്റുകയും. ഇപ്പം ഒരു ഇൻഡസ്റ്റൈനൽ ക്ലെൻസർ എന്നൊരു ഫ്രൂട്ട് പറഞ്ഞാൽ പപ്പായയാണ്. നമ്മൾ വിമ്മിട്ട് കഴുകി ഇറക്കുന്ന കണക്ക് നമ്മുടെ ഇൻഡസ്റ്റൈനെ ക്ലിയർ ആക്കുന്നത് പപ്പായയാണ്. പപ്പായ ഡെയിലി കഴിക്കാം. പിന്നെ നന്നായിട്ട് ഫൈബറുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പേരയ്ക്കയാണ്. വളരെ ചീപ്പുമാണ്. നമുക്ക് ഒരുപാട് വീട്ടിന് ചുറ്റും ഉണ്ട്. ഇത് രണ്ട് സാധനങ്ങൾ നമുക്ക് കഴിക്കാമെങ്കിൽ ഏറ്റവും നല്ല ഫ്രൂട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പേരയ്ക്കയും പപ്പായ. പക്ഷെ പപ്പായ ഡയബറ്റിക് പേഷ്യൻസിന് നമുക്ക് സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഷുഗർ, ഫ്രക്ടോസ് കൂടുതലുണ്ട്. പക്ഷെ പേരയ്ക്കൊക്കെ അതില്ല. പേരയ്ക്ക ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെ കുറവാണ്. അപ്പോൾ ഡെയിലി ഒരു പേരയ്ക്ക ഡയബറ്റിക് പേഷ്യൻ്റ് കഴിക്കുകയാണെങ്കിൽ അവൻ അത് മതി. നൈറ്റ് ഭക്ഷണം അത് മതിയാവും. അപ്പം എന്ത് കഴിക്കണം എന്നുള്ളൊരു ബോധവും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. മനസ്സിലായി. അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ വെജിറ്റബിൾസ് ധാരാളം യൂസ് ചെയ്യുക. റോ വെജിറ്റബിൾസ് കഴിക്കുന്നതും അത് ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഒരുപാട് അടിച്ചിട്ടാണ് കക്കിരി ആയാലും ക്യാരറ്റ് ആയാലും നമ്മൾ കഴിക്കാൻ പറയുന്നത്. അതിനകത്തൊക്കെ എല്ലാം പെസ്റ്റിസൈഡ്സ് ഉണ്ട്. അപ്പോൾ നന്നായി വാഷ് ചെയ്ത്, ഇപ്പം പാവയ്ക്കയുടെ ഇത് വൃത്തിയാക്കി എടുത്താലൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബ്രഷ്, അതിനുവേണ്ട ബ്രഷ് വാങ്ങി വെക്കണം. റണ്ണിങ് വാട്ടറിൽ കാണിച്ചിട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ഉള്ള യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഒബേസിറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഒബേസിറ്റി, ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പാലമാണ്. ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കയറി വരാനൊരു പാലമായിട്ട് മനസ്സിൽ കാണാം ഒബേസിറ്റി, പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയിറ്റ്. അപ്പോൾ ഈ ഓവർ വെയിറ്റിനെ അവിടെ വെച്ച് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത് വരാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരത്തില്ല. അപ്പം വെയിറ്റ് കൺട്രോൾ, വെയിറ്റ് റിഡക്ഷൻ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. എല്ലാത്തിനും ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്ന വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഇതുപോലെ തന്നെ വെയിറ്റ് കൂടിയിട്ടുണ്ട്, നല്ല മുട്ട് ഭയങ്കരമായിട്ട് വേദന. അപ്പോൾ 3 കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ വേറെ കൺസൾട്ട് ഒന്നും ചെയ്യില്ല. എൻ്റെ ഡോക്ടർ കസിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നെങ്കിൽ മുട്ടുവേദന വണ്ണം കാരണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാതമായിരിക്കും, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടാവും. 3ഉം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പക്ഷെ 3നും എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 3നെയും ഹെൽപ്പും ചെയ്യും എന്ന് പറഞ്ഞു. എക്സസൈസ് കുറവാണെന്ന് പറഞ്ഞു. അത് ശരിയാണോ? ഈ എക്സസൈസ് കൊണ്ട് ഇപ്പോൾ വാദമാണെന്നുണ്ടെങ്കിലും വെരിക്കോസ് വെയിൻ ആണെന്നുണ്ടെങ്കിലും വണ്ണം ഓഫ് കോഴ്സ് നമുക്ക് ഒബേസിറ്റി പറയാം, അത് ഹെൽപ്പ് ചെയ്യുമോ എക്സസൈസ്? തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അതിനൊരു തർക്കവും വേണ്ട. പിന്നെ ഈ വാദം എന്ന് ഉദ്ദേശിച്ച് ആർത്രൈറ്റിസിനെയാണോ ഉദ്ദേശിച്ചത്? അതെ. ആർത്രൈറ്റിസിനുള്ള ഒരു ഏജ് ആയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാലും ആർത്രൈറ്റിസ് പലതരത്തിലുണ്ട്. പിന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസും ഉണ്ട്, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസും ഉണ്ട്. ഇപ്പം ഡീജനറേറ്റീവ് ആണ് ഈ പ്രായത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കും തേയ്മാനം കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു ബോണിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ നോക്കണം. ഇപ്പം ചിലപ്പോൾ നമ്മൾ കാലുവേദനയെന്നൊരു കുട്ടി നമ്മുടെ ഒ പിയിൽ വരികയാണെന്ന് വെച്ചോളൂ. അപ്പം നമ്മൾ കോളർ ഉണ്ട്, അത് കഴിഞ്ഞതിലേക്ക് വരാം. ഹലോ, ഹായ്, നമസ്കാരം. കേരള കണക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പറഞ്ഞോളൂ. ശാന്ത. എനിക്ക് പിന്നെ വാദത്തിന്റെ അസുഖമുണ്ട്, പിന്നെ ശരീരം മൊത്തം നീരുണ്ട്. എനിക്ക് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ നീര് തൈറോയ്ഡ് വന്ന 35 വയസ്സ് തൊട്ട് തൈറോയ്ഡ് വന്ന സമയം തൊട്ടേ ഇങ്ങനെ ഉണ്ട്. തൈറോയിഡിന്റെ മെഡിസിൻസ് കഴിക്കുകയാണോ ഇപ്പോ? കഴിക്കണം. 35 വയസ്സ് തൊട്ട് കഴിക്കണം. ഇപ്പൊ 64 വയസ്സായി. ശരീരം മുഴുവൻ നീരുണ്ടോ? മുഴുവനില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിക്കണം, മുഴുവനില്ല. കാലില് മാറൂല. രാവിലെ എണീക്കുമ്പോ ഒട്ടും നീരില്ല. രക്തമൊക്കെ പരിശോധിച്ച് നോക്കിയായിരുന്നോ? രക്തവും മൂത്രമൊക്കെ പരിശോധിച്ച് നോക്കിയോ? നീരെല്ലാം അങ്ങ് കൂടും. അതെന്തുകൊണ്ടാ ഡോക്ടർ? കിഡ്നിയുടെ ഫംഗ്ഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടോ? രക്തം പരിശോധിച്ചൊക്കെ നോക്കിയായിരുന്നോ? ടെസ്റ്റ് ചെയ്ത്. അത് ഇപ്പൊ സ്റ്റോക്ക് ഒക്കെ വന്ന് തളർന്നു പോയായിരുന്നു. 1.5 വർഷമായി. ഇപ്പൊ എണീറ്റ് നടക്കണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്.
ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എന്ത് ഡോക്ടറെ ഇങ്ങനെ കാലിലൊക്കെ നീര് മാറണില്ലല്ലോ എന്ന് പറഞ്ഞ്. BP, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ് എല്ലാം ഉണ്ട്. ഇതിനെല്ലാം മരുന്ന് കഴിക്കുകയാണ്. ആ മെഡിസിൻസ് ഒന്നും ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണ്ട. നീര് മാറാനായിട്ട് തൽക്കാലം മറുപടി കുറയുമ്പോൾ കുറയുമെന്നാണ് പറയണത്. അത് തൽക്കാലം ഒരു കാര്യം ചെയ്യുക, ഇച്ചിരി ബാർലി വാങ്ങി തിളപ്പിച്ച വെള്ളം ഒരു 8 ഗ്ലാസ് ദിവസം കുടിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ച് നീര് കുറയും. എന്നിട്ടില്ലെങ്കിൽ ആയുർവേദ കോളേജ് വരിക. ആയുർവേദ കോളേജ് വന്നിട്ട് അവിടെ ഒന്ന് കാണിക്കാൻ വരും കേട്ടോ, നമുക്ക് നോക്കാം. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ. ഓ, ഞാനിപ്പോൾ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ പൂജപ്പുര പഞ്ചകർമ്മ ഹോസ്പിറ്റലിൽ വന്ന് നോക്കാം. അവിടെയും നിങ്ങൾക്ക് അടുത്തല്ലേ അവർ? ഡോക്ടറെ ഞാൻ ചോദിക്കട്ടേക്കാ, പഞ്ചകർമ്മയിൽ പോയി ഇരിക്കാൻ കൂടെ ആരുമില്ല, ആളില്ലെങ്കിൽ കിടത്തുവോ? ഇല്ല, ആള് വേണം. സ്ട്രോക്കൊക്കെ വന്നവർക്ക് ആള് വേണം. ആളുണ്ടെങ്കിലേ കിടത്തുള്ളൂ. ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ OP-യിൽ വന്ന അവിടെ ജെറിയാട്രിക് OPD ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളല്ലേ? 63 വയസ്സായി. അപ്പോൾ 60 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് പ്രത്യേകം OP ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് തിരക്കൊന്നുമില്ല. പൂജപ്പുരയാണ് അത് പ്രവർത്തിക്കുന്നത്, പൂജപ്പുര പഞ്ചകർമ്മ ഹോസ്പിറ്റലിൽ. അവിടെ വന്നിട്ട് ഡോക്ടേഴ്സിനെ കാണിച്ചാൽ സരസ്വതി ക്ഷേത്രത്തിൻ്റെ അവിടെ ഉള്ള ഹോസ്പിറ്റലിൽ കാണിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ. താരാശങ്കറാണ് അയച്ചിരിക്കുന്നത്. അതായത് നോർമൽ ലൈഫ് നയിക്കുന്ന എനിക്ക് 1 മാസമായി കൈകാൽ കുഴയുന്നു, തല ചുറ്റുക, കണ്ണുകൾ അടഞ്ഞു പോകുന്നു. എന്തുകൊണ്ടായിരിക്കും? 73 ഇയേഴ്സ് ആണ് ഏജ്. 1 വർഷമായിട്ട് പേസ് മേക്കർ വെച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സാറിൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഹീമോഗ്ലോബിനും വൈറ്റമിൻ D ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അത് ചെക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഡോക്ടർ ഒന്നുകൂടെ കാണിക്കും. മിക്കവാറും വൈറ്റമിൻ D കുറയാനാണ് ചാൻസ്. ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് വൈറ്റമിൻ D കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പം പുറത്ത് ഇറങ്ങുന്നുമില്ലല്ലോ. അതെ അതെ. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഡോക്ടർ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്ഷീണത്തിന് നമുക്ക് വെള്ളം കുടിക്കുന്ന കുറവാണോ നോക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഉറങ്ങുന്നുണ്ടോ? ഉറക്കമാണ് ഏറ്റവും അത്യാവശ്യം. നമുക്ക് നമ്മുടെ ബോഡിയിലെ ഓട്ടോ കറക്ഷൻ നടക്കുന്നത് പോലും ഉറക്കത്തിലാണ്. അപ്പം നമ്മൾ മരുന്നൊന്നും കഴിക്കേണ്ടതില്ല. ബോഡിക്ക് തന്നെ അറിയാം ഒരു കംപ്ലൈൻറ്റ് വന്നാൽ സ്വയം കുറയ്ക്കാനുള്ള കഴിവ് ബോഡിക്കുണ്ട്. അതിന് നമ്മൾ ചാൻസ് കൊടുക്കണം. ഉറങ്ങിക്കൊടുക്കണം. ഭക്ഷണം അപ്പോഴും വേണ്ടെങ്കിൽ കഴിക്കാതെ, വിശന്നാൽ ആഹാരം കഴിച്ചാൽ മതി. വിശപ്പില്ലാതെ വീണ്ടും കഴിക്കുമ്പം നമുക്ക് ഓട്ടോ കറക്ഷനുള്ള ഒരു ചാൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ വിശപ്പില്ലെങ്കിൽ കഴിക്കണ്ട എന്നാണ് പറയുന്നത്. ലൈറ്റായിട്ട് കഴിക്കാം, ചെറിയ രീതിയിൽ കഴിക്കാം. നമുക്ക് അതിനുള്ള എൻസൈംസ് വന്നിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ വിശക്കാത്ത. എൻസൈം ഉണ്ടെങ്കിലല്ലേ ഡൈജഷൻ നടക്കും. അതെ. അപ്പോൾ വീണ്ടും ഒരുപാട് കഴിച്ചാൽ അത് പ്രോബ്ലം ആവും. അപ്പം വളരെ ലൈറ്റായിട്ട് കഴിക്കുക. അപ്പോൾ ശരിയാവും. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, വീണ്ടും ടോക്സിസിറ്റി കൂടും. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് എന്ന് പറഞ്ഞല്ലോ, അതും ഇപ്പോൾ ശരിക്കും ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിനെ പോയി ഓടിപ്പോയി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അതങ്ങ് ഈ പറയുന്ന കണക്ക് ഓട്ടോ കറക്ഷനിലങ്ങ് മാറിക്കോളും. പണ്ട് കാലത്ത് നമ്മൾ പറയുന്ന വൈറ്റമിൻ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ സ്കിൻ കൊളസ്ട്രോൾ വൈറ്റമിൻ D ആയി മാറിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ വെയിൽ കൊണ്ടാലും ഇപ്പം അത് അതിന് ഒരുപാട് ഈ പറയുന്ന പോലെയുള്ള പീരിയോഡിക്കൽ ടെസ്റ്റിങ്ങും മെഡിസിൻ കഴിക്കലും ഒന്നും അതിനാവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഒരു തവണയെങ്കിലും അത്രയും ക്ഷീണമുണ്ട്, മുടി പൊഴിയുന്നു, ബുദ്ധിമുട്ടുണ്ട്, മുടി പൊഴിയുന്നു, ഒരുപാടങ്ങ് പൊഴിയുന്നു, ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ എണീക്കാൻ വയ്യാത്ത ക്ഷീണം വരുന്നു എന്ന് നോക്കിയാൽ ഒന്ന് ചെക്ക് ചെയ്യുക. വീക്കിലി ഒരു ടാബ്ലറ്റ് കഴിക്കുക. ഒരു 800 to 1000 mg നമുക്ക് ഡെയിലി നമുക്ക് വൈറ്റമിൻ D ആവശ്യമാണ്. അപ്പോൾ തീരെ കുറഞ്ഞു പോയാൽ നമ്മളതൊന്ന് ഒരു 1-2 മാസം മെഡിസിൻ എടുത്തിട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന കണക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഫുഡൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വൈറ്റമിൻ D ഉള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എക്സർസൈസ് അപ്പോഴും നമുക്ക് ആവശ്യമാണ്, ഉറക്കം നമുക്ക് ആവശ്യമാണ്. സ്ട്രെസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ബോഡിയിൽ അബ്സോർഷൻ നടക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഒരു കാരണം സ്ട്രെസ്സാണ്. സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടും. മനസ്സിലായി? നമ്മുടെ ശാസ്ത്രത്തിൽ ഒരു കൊട്ടേഷൻ തന്നെ പറയുന്നു, വിഷാദോ രോഗവർദ്ധനാനാന്ന്. ഇത് സ്ട്രെസ് രോഗങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നു. അതൊരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷും ചെയ്തിട്ടുള്ളതാണ്. അപ്പം മനസ്സിന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടുക. അപ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും വരില്ല. പണ്ടല്ലേ ലാഫിങ്
തെറാപ്പി ചെയ്യുന്ന പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചു തള്ളുന്നെങ്കിൽ പോലും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ നമുക്ക് രോഗം വരുന്നത് കുറയും. വന്നാൽ തന്നെ അത് അത്രയും സിവിയറായിട്ട് വരാതെ നോക്കാനും പറ്റും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ഹാപ്പി ഹോർമോൺസിനെ ഒന്ന് കൂട്ടുന്ന തരത്തിലുള്ള ദിനചര്യ ക്ലിയർ ആക്കുക. നമ്മൾ പ്രസൻറ്റ് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നലത്തത് കഴിഞ്ഞു, നാളെ നമ്മുടെ കയ്യിലുമില്ല. അപ്പോൾ പിന്നെ ഇന്ന് മാക്സിമം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ട് എല്ലാം അടിച്ചു പൊളിക്കണമെന്നല്ല. നേരത്തെ നമ്മൾ ആർത്രൈറ്റീസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ. അപ്പം അതിനെ പറ്റി ഒന്ന് പറയുമോ? നമ്മൾ എങ്ങനെയാണത്? ആർത്രൈറ്റിസ് നേരത്തെ പറഞ്ഞു, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, ഗൗട്ടുണ്ട്, പിന്നെ ഇത് റുമാറ്റിക് ഫീവർ ഉണ്ട്, അതായത് ആമവാദം എന്ന് പറയുന്നത്. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഇത് ശരിക്കും ജീവിതശൈലിയായിട്ട് എങ്ങനെയാണ്, നമ്മുടെ ജീവിത രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? വെയിറ്റ് കൂട്ടാൻ നോക്കുക. വെയിറ്റ് കുറയ്ക്കുകയാണോ? വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കൂടുന്നവർക്കാണ് ഈ നടുവേദനയും മുട്ടുവേദനയും പിന്നെ കാലുവേദനയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മെലിഞ്ഞവർക്ക് വളരെ കുറവാണ് മുട്ടുവേദനയൊക്കെ. ഇത് വെയിറ്റ് കൂടുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കാരണം. ഒരു കാരണം ജനറ്റിക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, അതിനകത്ത് വരുന്നുണ്ട്. ഫുഡ് കൺട്രോൾ ചെയ്യാതെ കഴിക്കുന്നവർക്കുണ്ട്, എക്സർസൈസ് ചെയ്യാത്തവർക്കുണ്ട്, ജനറ്റിക് പ്രോബ്ലംസ് ഉള്ളവർക്കുണ്ട്, വൈറ്റമിൻ ഡി പ്രോബ്ലം ഉള്ളവർക്കുണ്ട്, കാൽഷ്യം കുറയുന്നവർക്കുണ്ട്, അബ്സോർഷൻ കുറയുന്നവർക്കുണ്ട്, ഇപ്പോൾ സ്ട്രെസ് അധികമായിട്ടുള്ളവർക്ക്, എല്ലാവർക്കും പല പല കാരണങ്ങളുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ചില ആർത്രൈറ്റിസ് അൺനോൺ കോസ് എന്നും പറയുന്നുണ്ട്, ഒരു കാരണവുമില്ല. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിനകത്ത് വിരുദ്ധാഹാരം കഴിച്ചാൽ പോലും ആർത്രൈറ്റിസ് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വിരുദ്ധാഹാരം എന്ന് വെച്ചാൽ, ഇപ്പം പാലും മീനും കൂടെ കഴിക്കുന്നത്, തൈരും ചിക്കൻ മീറ്റ് ഐറ്റംസും കൂടെ കഴിക്കുന്നത്. ശരിക്കും നമ്മൾ തൈരും മീറ്റ് ഐറ്റവും കൂടെ അല്ലേ കഴിക്കുന്ന ബിരിയാണിയൊക്കെ? അതെ അതെ, കറിയിൽ വരെ ഒഴിക്കുന്നുണ്ട്. അപ്പം സ്ഥിരം കഴിച്ചാൽ അതും ആർത്രൈറ്റിസിനൊരു കാരണമെന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ സ്ഥിരമായി കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു സാധനം ഒരിക്കൽ കഴിച്ചെന്ന് പറഞ്ഞൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇതൊക്കെ ലോങ് റണ്ണിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. ഇപ്പം മദ്യം പോലും ഒരു ഔൺസ് അമൃതിന് സമം എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയാണോ അവർ കഴിക്കുന്നത്? അവരെ കൺട്രോൾ വിട്ട് കഴിക്കും. കൺട്രോൾ വിട്ട് കഴിക്കുമ്പോൾ അത് ലിവറിനെ എഫക്റ്റ് ചെയ്യും. ലിവറിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫാറ്റി ഫുഡും കൂടെ ആകുമ്പോൾ എന്തായിരിക്കും? ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ആയി, ഗ്രേഡ് 2 ആയി, ഗ്രേഡ് 3 ആയി, ഗ്രേഡ് 4 ആയി, പിന്നെന്താ സിറോസിസ് ആയി, ക്യാൻസർ വരെ എത്തിക്കും. അപ്പോൾ നമ്മൾ ഗ്രേഡ് 1 ഗ്രേഡ് 2 തന്നെ പിടിക്കണം. നമ്മൾ മദ്യവും പുകവലിയും ഒക്കെ അപ്പാടെ യൂസ് ചെയ്യരുത്. പിന്നെ ഫുഡ്, ഈ ഓയില്, നമ്മളിപ്പോൾ ഏത് ഓയിലാണ് സാധാരണ യൂസ് ചെയ്തത് എല്ലാവരും? കോക്കനട്ട് ഓയിൽ. അത് നല്ലതാണ്, ശരിക്കും സാച്ചുറേറ്റഡ് ആണെന്ന് പറയുമെങ്കിലും ഏറ്റവും നല്ല ഓയിലാണ് കോക്കനട്ട് ഓയിൽ. അത് എമൗണ്ട് കുറച്ച് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓയിൽ പുറത്തിറങ്ങുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഹെൽത്തി ആയിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. തീർച്ചയാണ്, അതിനൊരു തർക്കവും ഇല്ല. പക്ഷെ ആൾക്കാർ ഒരു എന്താ പറയുന്നത്, പുതിയത് കേൾക്കുമ്പോൾ ഉള്ളത് ടെൻഷൻ, ഇഷ്ടം കൊണ്ട് മാത്രമൊന്നുമല്ല, ബിസിനസ് അല്ലേ, അതും വിറ്റ് പോണ്ടേ. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സൺഫ്ലവറും ഉണ്ടാകുന്ന ഓയിലും തമ്മിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ പിന്നെ ഈ ഓയിൽ എവിടെ നിന്നുണ്ടായി? ക്വാണ്ടിറ്റി. അപ്പോൾ അത് നമ്മൾ കോക്കനട്ട് ആകുമ്പോൾ നമുക്ക് എന്തായാലും കേരളത്തിലുണ്ട്. അതും ഇപ്പം അഡൾട്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയുന്ന കടയിൽ തന്നെ പോയിട്ട് അറിയുന്ന സ്ഥലത്ത് പോയി കോക്കനട്ട് ഓയിൽ മേടിക്കുക. പക്ഷെ കുറച്ച് മതി. അത് യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി കുറയ്ക്കുക. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. കേരള കണക്കിലേക്ക് സ്വാഗതം. ആരാണിത്? എന്തോ പേരെന്താണ്? മനോജ് ജഗതിയിൽ നിന്നല്ലേ? ഓക്കെ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ പുറത്തായിരുന്നു. ഒരു 7 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു സൈഡില്. അവിടെ ചികിത്സിച്ചു. അന്ന് അതിന്റെ കൂടെ അറ്റാക്കും വന്നു, ഷുഗറുണ്ട്. ഇപ്പം ചെക്ക് ചെയ്തപ്പോ ഷുഗർ ഇല്ലെന്ന് പറഞ്ഞു. പറയൂ. പിന്നെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ആസ്പിരിനും ഇതും പ്രഷറിന്റെ കഴിക്കുന്നുണ്ട്. പിന്നെ കാലിന്റെ വിരലൊക്കെ വന്നിട്ട് ഒരു ഫംഗസ് പോലെ വന്നു. അത്
കാലിൻ്റെ ചെറിയ വിരലിൻ്റെ ഇടയ്ക്കാണ് അതോ ഫുൾ എല്ലാ വിരലിൻ്റെ ഇടയ്ക്കും ഉണ്ടോ ഫംഗസ്? ഏതാ കേൾക്കുന്നുണ്ടോ? കാലിന്റെ ചെറുവിരലിന്റെ ഇടയ്ക്കാണോ അതോ എല്ലാ വിരലിന്റെ ഇടയിലും ഫംഗസ് ഉണ്ടോ എന്ന്? കേൾക്കില്ല ഡോക്ടറെ. ഇല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? എല്ലാ വിരലിൻ്റെ ഇടയ്ക്കും ഫംഗസ് ഉണ്ടോ? ഇല്ല, എനിക്ക് 7 വർഷം മുമ്പ് ബേറിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ സ്ട്രോക്ക് വന്നു. അതെ. അവിടെ ചികിത്സിച്ച് ഞാൻ തിരിച്ചുവിടെ നാട്ടിലേപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് കാലിന്റെ ഇത് മാറുന്നില്ല, ഒരു വീക്ക്നെസ് ഉണ്ട്. പിന്നെ അറ്റാക്ക് വന്നു. പിന്നെ 2 കാലിലും ഒരു ഇത് ഫംഗസ് ആയിട്ട് വന്നു. ഇപ്പൊ ഷുഗർ ഒക്കെ കൺട്രോൾഡ് ആണോ? ഹെൽത്ത് സെന്ററിൽ പോയപ്പോ ചെക്ക് ചെയ്തപ്പോ ഷുഗർ 140 അത് ആഫ്റ്റർ ഫുഡ്. 141 കൺട്രോൾഡ് ആണ്. 7 വർഷം കൊണ്ട് ഷുഗർ ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിക്കുന്നുണ്ടാണോ എന്തോ. അപ്പൊ ഈ ഫംഗസിനെ സ്കിന്നിൽ കാണിച്ചു നോക്കാൻ എന്താ? കേൾക്കുന്നില്ല ഡോക്ടറെ. കേൾക്കുന്നില്ല. ഹലോ ഹലോ അല്ല, ഹെൽത്ത് സെന്ററിൽ പോകുന്നുണ്ട്. എന്താണ്? പ്രശ്നന്റെ ഗുളിക കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. മെഡിസിൻസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യണ്ട, മെഡിസിൻ കഴിക്കണം. ഈ പൂജപ്പന ഡോക്ടർ പറഞ്ഞില്ലേ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് നല്ല ഫർണിഷ്ഡ് ആണല്ലോ. അവിടെ ഡെയിലി ഫിസിയോതെറാപ്പി യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പോയി ചെയ്തോളൂ കേട്ടോ. അവിടെ സ്കിന്നിൻ്റെ ഡോക്ടറും ഉണ്ട്. സ്കിന്നിലും കയറി ഒന്ന് കാണിക്കണം കേട്ടോ. ഈ ഫംഗസിന് പൂജപ്പുര ഉണ്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റ്. അവിടുത്തെ സൂപ്രണ്ടും സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. ഒന്ന് കയറി കാണിച്ചോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നൊന്ന് ചെറുതായിട്ട് ഡോക്ടർ ഒന്ന് പ്രേക്ഷകരോട് പറയുമോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരുന്നു മുന്നേ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആഹാരം തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള ആഹാരം ആവശ്യമുള്ള സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള എനർജിയാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ വർക്കിനനുസരിച്ചുള്ള ആഹാരം നമുക്ക് മതി, അത് കൺട്രോൾ ചെയ്യുക. രണ്ടാമത് എക്സർസൈസ് ചെയ്യുക. എക്സർസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 മിനിറ്റെങ്കിലും ദിവസം നടക്കുക. പിന്നെ അല്ലാതെ കുറച്ച് വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്താൽ നന്നായിരിക്കും. യോഗ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യോഗ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ബ്രീത്തിങ് എക്സർസൈസൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. ബ്രീത്തിങ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം എല്ലാം കറക്റ്റാവും. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, സ്ട്രെസ് ഇല്ലാതിരിക്കുക. സ്ട്രെസ് എല്ലാവർക്കും ഉള്ളതാണ്, എങ്കിൽ പോലും അതിനെ ഒന്ന് മാനേജ് ചെയ്യുക. സ്ട്രെസ് അടിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജീവിതത്തിലൊരു ഗുണം കിട്ടാനില്ല. അപ്പോൾ നമുക്ക് രോഗം വരാതിരിക്കുകയും നമ്മുടെ ശരീരത്തെ നമ്മൾ കുഞ്ഞിനെ പോലെ സൂക്ഷിക്കുകയും ചെയ്യേണ്ട നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ആരോഗ്യം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെ കുഞ്ഞുകുട്ടിയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക. പിന്നെ സന്തോഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ വേണം. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോവുക, ഫാമിലിയൊക്കെ കൂട്ടി ഒരു ഔട്ടിങ്ങൊക്കെ പോവുക. ഇതൊക്കെ മനസ്സിന് സന്തോഷം കിട്ടുന്നതാണ്. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയും. സ്ട്രെസ്സ് കുറഞ്ഞ് ഈ പറയുന്ന രോഗങ്ങളെല്ലാം വരാതെ നമ്മളെ കാത്തു സൂക്ഷിക്കും എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ 21 ഇപ്പം എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും ആഘോഷിക്കുകയാണ്. അപ്പോൾ യോഗയുടെ പ്രാധാന്യം അത്രയും വലുതാണ്. അപ്പോൾ യോഗ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെറുതെ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ശ്വാസം മേളിലോട്ട് വലിച്ച് എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്ത് വിട്ട് വെറുതെ ചെയ്താൽ പോലും നമുക്ക് ആ ബോഡിയിൽ നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടുകയും നമുക്ക് ശരീരം ഒന്ന് എനർജൈസ് ചെയ്യുകയും ക്ഷീണം മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ യോഗയും ഏറ്റവും നല്ലതായിട്ട് പറയുന്നു, അതും ചെയ്യുക. പിന്നെ എന്താ പറയുക, ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം മോര് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഒരു മെറ്റബോളിസം ക്ലിയർ ആവാനായിട്ട്. രാവിലെ എണീറ്റുള്ള 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാത്രി പറ്റുകയാണെങ്കിൽ ഇച്ചിരി പാല് കുടിക്കുക. ഇത് ആയുർവേദത്തിൽ പറയുന്നതാണ്, രോഗം വരാതിരിക്കാൻ പറയുന്ന 3 കാര്യങ്ങളാണ്. രാവിലെ എണീറ്റുടനെ ചായയും കാപ്പിയും ഒന്നും അല്ല കുടിക്കാറുള്ളത്. 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടൊന്ന് നടക്കുക. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ 1 ഗ്ലാസ് മോര് കമ്പൽസറി കഴിക്കുക. രാത്രി കിടക്കാൻ നേരത്തെ ഇച്ചിരി പാല് വെള്ളം എങ്കിലും കുടിച്ചാൽ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു. പിന്നെ ഉറക്കം 7 മണിക്കൂർ കമ്പൽസറി ഉറങ്ങുക. ഉറക്കമാണ് ഓട്ടോ കറക്ഷൻ, നമ്മുടെ ബോഡിയിൽ എല്ലാ ടോക്സിസിറ്റി മാറ്റാനുള്ള കഴിവുള്ളതാണ് ഉറക്കം. ഉറക്കം കോംപ്രമൈസ് ചെയ്ത് ഒന്നും ചെയ്യരുത്. ഒരു 10 മണിക്ക് ഉറങ്ങുക, അല്ലെങ്കിൽ 11 മണി മാക്സിമം ഉറങ്ങുക എന്നുള്ളത് ഒരു ജീവിതചര്യയായി മാറ്റുക. അതും ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതിന് സംശയമൊന്നുമില്ല.
ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നല്ലേ. ശരിക്കും ഇത് കേട്ട് എല്ലാവരും അത് ലൈഫിലോട്ട് സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കേട്ടിട്ട് നാളെ മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പരിധിവരെ നമ്മുടെ കയ്യിലുള്ളത്. ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ തന്നെ ട്രൈ ചെയ്യുക. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ. സോ ഇത്രയും നേരം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നു. ഇതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇൻസൈറ്റ്സും നോളജും ഒക്കെ ആയിട്ട് മറ്റൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.